സെക്യൂരിറ്റിന്റെ അവിടുന്ന് വീഡിയോ എടുത്തു, ആർമിക്കാർ കണ്ടു. അങ്ങനെ മൂപ്പര വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഈ ബാക്കിലുള്ളതാണ് ചന്ദ്രൻ, സൂര്യൻ എല്ലാ വിളക്കാണ്. ഓക്കെ, മാറിപ്പോയി. അങ്ങനെ റെഡ് ഫോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മലയാളികൾ. ഒക്കെ കൂടി മാത്തോട്ടം ജംഗ്ഷനിലെത്തി. നമ്മളിതാ റെഡ് ഫോർട്ട് കാത്തിരുന്നേ, നടന്നിട്ട് എത്തണില്ല ഗൈസ്. ആധികാരികമായിട്ട് റിസ്വാൻ സംസാരിക്കുന്നുണ്ട്. റിസ്വാൻ പറയും ഓരോ ഹോൾസ് കണ്ടോ. അതായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ പടയോട്ട കാലത്ത് ആ ഗ്യാപ്പ് കൂടെയാണ് ഞാനൊക്കെ ഡെറാഡൂണിലായിരുന്നപ്പോ റിസ്വാൻ തൊള്ളർന്ന. അതുകൊണ്ട് ഞാൻ അടുത്ത കഥയുമായി പിന്നെ കാണാം. എനിക്ക് ചരിത്രം പൂർണ്ണമായിട്ട് അറിയില്ല. എന്നാലും ഈ എന്തോ 300 ഓട്ടം എന്തോ ഇവിടെ 365 ഓട്ടം. 365 ഓട്ടം എന്റെ തലയിൽ ഉണ്ടല്ലേ. ഇത് റെഡ് ഫോർട്ട് ലാൽക്കിലാന്ന് വിളിക്കട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്ത ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ ഒന്നാട്ടത്. മുഗൾ എംപററായ ഷാജഹാൻ 1638 ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ഏകദേശം ഒരു 10 കൊല്ലം 1648 ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞത്. ഡൽഹിയിൽ തന്നെ യമുന നദിക്ക് അടുത്തായിട്ടാണ് കേട്ടോ നമ്മളെ റെഡ് ഫോർട്ടുള്ളത്. ഏകദേശം ഒരു 1857 സമയത്ത് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തിരുന്നു. പിന്നെ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷം കോട്ട നമ്മളെ കയ്യിലേക്ക് തന്നെ വന്നു. എല്ലാ കൊല്ലവും ഓഗസ്റ്റ് 15 ആകുമ്പോൾ ഇവിടെ നിന്നാട്ടോ നമ്മൾ ദേശീയ പതാക ഒക്കെ ഉയർത്തല്. നമ്മൾ റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്കുള്ള എൻട്രിക്ക് കയറാൻ പോവാണ്. ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ചെക്കിങ് ഉണ്ട്. ചെക്കിങ്. അപ്പോൾ സെക്യൂരിറ്റിന്റെ അവിടുന്ന് വീഡിയോ എടുത്തു, ആർമിക്കാർ കണ്ടു. അങ്ങനെ മൂപ്പര വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകും. റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. റെഡ് ഫോർട്ടിന്റെ എൻട്രി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പീരങ്കി. ഒരു പെണ്ണിന് ഫോട്ടോ എടുത്തെടുക്കുന്നു. കയറിയപ്പോൾ തന്നെ കുറെ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ കണ്ടു. നല്ല രസമുള്ള ബാഗുകൾ, ബ്രേസ്ലെറ്റ്സ്, മാല, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും അധികം നോക്കാൻ കഴിയില്ല. ഈ കുട്ടീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതേനും. വേറെ എന്തോ ആണ് വിചാരിച്ചാൽ കുട്ടീൻ്റെ അമ്മ ഓടി വന്ന് കുട്ടീനെ എടുത്ത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മളെ കൂട്ടത്തിൽ അത്യാവശ്യം ചരിത്രത്തെ കുറിച്ച് ബോധമുള്ളത് റിസ്വാന് മാത്രം കേട്ടോ. അതുകൊണ്ട് നടക്കുന്ന സമയത്ത് റിസ്വാൻ ഇങ്ങനെ ഓരോ കഥകൾ പറയും. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാതെ നമ്മൾ അതും കേട്ട് അങ്ങനെ നടക്കും. ഒരു ഡിഗ്രി കിട്ടിയെന്ന് വെച്ചിട്ടില്ലേ. റെഡ് ഫോർട്ടിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാട്ട് വേറെ വയ്ക്കും, ലിറിക്സ് വേറെ വയ്ക്കും ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേറെ വയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് എണീച്ച്. അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ട് തെരുവീതികളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരാതന എന്തേ അതിൻ്റെ ഉള്ളിൽ റിദാസ് എന്തോ സാധനം കണ്ടുപിടിച്ചു. നോക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സാധനം. നല്ല രസം റിദാസ്. ഓക്കെ, മേലാൽ കണ്ടുപിടിക്കരുത്. ഓക്കെ, നമ്മളിപ്പോ നടന്ന് ഒരു കുട്ടീനെ സെറ്റ് ആക്കാൻ നോക്കി. പക്ഷെ കുട്ടി യു ഗോ എന്ന് പറഞ്ഞടാ മുഖത്ത് നോക്കിയിട്ട്. അപ്പോ ബൈ. അപ്പോൾ റിദാസ് അവിടെ ഒരു 2 ഹിന്ദിക്കാരല്ല, ഇംഗ്ലൻസ് ആണ് തോന്നുന്നത്. സോ നമുക്ക് അവരോടൊന്ന് പോയി സംസാരിച്ച് നോക്കാന്നാണ് റിദാസ് പറയുന്നത്. റിദാസ് സംസാരിക്കായിരിക്കും. വേണ്ട, സംസാരിക്കണ വേണ്ട, പോയി. എന്തോ ഒരു പേടി. വിചാരിച്ച പോലെ തന്നെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് ഒരു മുഖത്ത് നോക്കി പറഞ്ഞു. ആ പറച്ചിലും കേട്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് ഇവര് 3 നിന്ന നിപ്പ് തന്നെ താഴെ പോകാൻ കഴിഞ്ഞെങ്കിലോ എന്ന് ആലോചിച്ചു. ആ ടൈമിൽ ശ്രമം പാഴായി. പക്ഷെ നമ്മൾ പോകുന്നില്ല, ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കും. അടുത്ത കുട്ടിയായിട്ട് മുട്ടാൻ വേണ്ടി റിദാസ് ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. തിരിഞ്ഞു പോയടാ. തിരിഞ്ഞു പോവല്ലോ എന്നൊക്കെ കണ്ട എങ്ങനെ റിദാസ്. ഇതായിരുന്നു ആ 2 കുട്ടികളും. ഈ കണ്ണട വെച്ച ലുക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയാം? അല്ലല്ല, നമ്മുടെ ശരീരത്തിൽ ആ ഭാഗം കാണില്ല. അപ്പൊ അത്രയും ലുക്ക് കൂടും. ഒരു വലിയ ബോഡി കണ്ണട
तेरे नैना तेरे नैना तेरे नैना रे അങ്ങനല്ല ഹൃദയ ഫസ്റ്റ് അങ്ങനല്ല नैनों की चाल है मखमली हाल है पीछे पल कौन से നമ്മ ഒരു ചായ കുടിക്കല്ലേ ടീ 15 ഓരോ 3-4 ചായ കുടിക്കാം സാമ്പാർ വട പറഞ്ഞിട്ട് തന്നത് അതെന്തെങ്കിലും ആ വട ഒന്ന് കാണിച്ചു കൊടുക്കാം വട ഉണ്ടായില്ല ഒരു വടയും 1 ലിറ്റർ കറിയും കറി എനിക്ക് പിന്നെ ആരോ തിന്നിട്ട് ചലിക്കലോ കറി പിന്നെ എന്തോ എനിക്ക് ഒന്നിനെ തിന്ന ഇനി കഴുകാൻ വേണ്ടിയിട്ടാണ് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് ചെലവ് ചുരുക്കാൻ വേണ്ടി ചായ മാത്രം കുടിക്കാന്ന് വിചാരിച്ച നമ്മള് അവസാനം അവിടെയുള്ള സാമ്പാർ വട പിന്നെ വേറെ എന്തൊക്കെ തിന്ന് അത്യാവശ്യം നല്ല ബില്ലാക്കിയിട്ടാട്ടോ ഇറങ്ങിയത് വയ്യ അറിയാറിന് കൊണ്ടുപോവാ മോനെ മക്കളെ കണ്ടുപോയതാ റിശ്വന കാടൊക്കെ ചുറ്റി എന്നതാ ടോപ്പ് ഞങ്ങൾ നൃത്തത്തിന് പരിപാടി കാണാൻ വേണ്ടി നിർത്തോ അങ്ങനെ ഗായ്സ് റിസ്വാന നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗായ്സ്. അങ്ങനെ ഉച്ചയ്ക്ക് കയറി നമ്മള് റിട്ടേൺ വരുന്നത് വൈകുന്നേരം 5:30 ക്ലോക്ക് റൂം 5 മണി വരെ എന്നാ പറഞ്ഞത് 5:15 കഴിഞ്ഞിക്കണ് അവന് പോയി നോക്കട്ടെ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നത്തെ ജമ്മുതാവിയൊക്കെ കൂടി ഉണ്ടമ്പരിയാവും അപ്പോൾ ഓക്കെ നോക്കിയിട്ട് വരാം ലഗേജസ് ഇവിടെ ഒക്കെ ഉള്ളു നോക്കാം എന്താ സീനെന്താ അന്റെ തള്ളടിക്കാനല്ല ഉള്ള കാര്യമുള്ള കഥ പറയും ആ എന്നാ പിന്നെ മിണ്ടാന്ന ഒരു പാട്ട് അപ്പുറത്ത് ബാഗ് സേഫ് ബാഗ് അങ്ങനെ തിരിച്ചു പോവാണ്. റെഡ് ഫോർട്ട് കണ്ടു കഴിഞ്ഞു. ഇനി തിരിച്ചു പോട്ടെ. ലഗേജ് ഒക്കെ എല്ലാവരും എടുത്തു. അങ്ങനെ 50 രൂപ ജാക്കറ്റ് തപ്പി ഇങ്ങനെ വന്നതാ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ 150, 300 അങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 2 ഗസ്റ്റുകളെ കണ്ടു. നമ്മളിവിടെ എത്തിയപ്പോൾ വെറുതെ ഇങ്ങനെ സാധനം കയ്യിലുണ്ടോ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് നടന്നതാണ്. അപ്പോൾ 2 മലയാളി കുട്ടികൾ, ഒരാളെ പേര് ചോദിച്ചില്ലല്ലോ പറയുമ്പോൾ പേര് ചോദിച്ചില്ല. പത്തനംതിട്ടയിലാണ് വീട്. പത്തനംതിട്ട ആലപ്പുഴ. അപ്പോൾ നമ്മളൊന്ന് ഇനി റിദാസിന്റെ ചെക്കന്മാരുടെ അടുത്തേക്ക് പോട്ടെ. ബൈ. നമ്മുടെ ജമ്മുതാവി ടിക്കറ്റ് കൺഫേം ആയിരിക്കുകയാണ്. നമ്മൾ ജമ്മുതാവിയിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 100% കൺഫേം ആവില്ല എന്ന് വിചാരിച്ചൊരു ടിക്കറ്റ്. റിമോട്ട് വെയിറ്റ് ലിസ്റ്റ് പറഞ്ഞ എന്തോ ഒരു വെയിറ്റ് ലിസ്റ്റ് ആണ്. അത് കൺഫേം ആവല്ലേനു. ഭയങ്കര റെയർ ആണ് കൺഫേം ആവുന്നത്. അതങ്ങനെ ലാസ്റ്റ് നമ്മളെ മുത്ത് ടിക്കറ്റ് എടുത്ത് വേണ്ടപ്പെട്ടവരൊക്കെ റെയിൽവേയിൽ റിസ്വാൻ ഉള്ളതിനുണ്ട്. റിസ്വാന്റെ വെല്ലിപ്പ റെയിൽവേയിൽ വേണ്ട. അതെ, റിസ്വാന്റെ വെല്ലിപ്പ വേണ്ട റെയിൽവേയിലായിരുന്നത് കൊണ്ട് ആ ഒരു ബേസ് കിട്ടിയാണ്. എനിക്കും സൂബിക്കും ഒഴികെ ബാക്കി 3 ജാക്കറ്റ് കിട്ടിയിട്ടോ. അങ്ങനെ ഞാനും സൂബിയും ജാക്കറ്റ് വാങ്ങാനുള്ള നടത്തും പിന്നെയും നടക്കാൻ തുടങ്ങി. അങ്ങനെ എത്ര തെരഞ്ഞിട്ടും അമ്മക്ക് 2 ജാക്കറ്റ് ഇതുവരെ സെറ്റായില്ല. നമ്മൾ കൊണ്ടുവന്ന ജാക്കറ്റ് തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അമ്മക്ക് 2 ജാക്കറ്റ് ഇല്ലാതെ നമ്മൾ ജമ്മുതാവിലേക്ക് കയറാൻ നിൽക്കുന്നത്. എവിടെ നിന്നുണ്ടായ ഒരു പ്രധാന കോമഡി എന്താണെന്ന് വെച്ചാൽ 22:10 ട്രെയിൻ പറഞ്ഞത്. 22:10 11:10 ഇൻസു വിചാരിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇൻസു നമ്മളോട് പറഞ്ഞത് 11:10 ട്രെയിൻ എന്നാ. എന്തോ ഭാഗ്യത്തിനാ നേരം സൂബി ടിക്കറ്റ് നോക്കി കേട്ടോ. ഒരു 10 മണിയാവുന്ന ടൈമിൽ അങ്ങനെ ടിക്കറ്റ് നോക്കിയപ്പോഴാണ് 22:10 എന്നുള്ളത് കണ്ടത്. അങ്ങനെ സുബി പറഞ്ഞ 22:10 പറയുന്നത് 10:10 അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ ഓടിയതാണ്. ആ ഓട്ടം നേരെ ചെന്ന് നിൽക്കുന്നത് ജമ്മുതാവി ട്രെയിനിന്റെ മുമ്പിൽ. നമ്മൾ അവിടെ എത്തലും ട്രെയിൻ എടുക്കലും ഒരു സമയത്ത് തന്നെ. 10 മിനിറ്റ് ആക്കിയുള്ളൂ. ഓടിക്കട്ടെ. തെറ്റിന്റെ ഭാഗത്താണ്